Next, adaptive expectation model. Koyak and ad hoc model was obtained by a purely algebraic processor. Suppose postulated by the follows model, yt is equal to beta 0 plus beta 1 x star t plus ut. Y represent ചെയ്യുന്ന ഡിമാൻഡ് ഫോർ മണിയാണ്. എക്സ് സ്റ്റാർ ഇക്വിലിബ്രിയം ഓർ ഒപ്റ്റിമം എക്സ്പെക്റ്റഡ് ലോങ് റൺ നോമിനൽ റേറ്റിനെയാണ്. അതേപോലെ തന്നെ യു എന്ന് പറയുന്നത് എറർ ടൈമുമാണ്. ഇനി അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എക്സ് സ്റ്റാർ ടി മൈനസ് എക്സ് സ്റ്റാർ ടി മൈനസ് 1 is equal to gamma into xt minus x star t minus 1 ആണ്. If gamma is greater than 0 and less than 1, it is known as coefficient of expectation. This hypothesis is also known as adaptive expectation, progressive expectation, error learning hypothesis. It is popularized by the Kagan and Friedman. X star t is equal to gamma xt minus x star t minus 1 plus x star t minus 1. ഇനി ഗാമേനെ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ഗാമ എക്സ് ടി മൈനസ് ഗാമ ഇൻറ്റു എക്സ് സ്റ്റാർ ടി മൈനസ് 1 പ്ലസ് എക്സ് സ്റ്റാർ ടി മൈനസ് 1. എക്സ് സ്റ്റാർ ടി എന്ന് പറയുന്നത് ഗാമ എക്സ് ടി പ്ലസ് 1 മൈനസ് ഗാമ ഇൻറ്റു എക്സ് സ്റ്റാർ ടി മൈനസ് 1 ആണ്. ഇതാണ് മൂന്നാമത്തെ ഇക്വേഷൻ. ഇനി ഒന്നാമത്തെ ഇക്വേഷൻ തമ്മിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. yt is equal to beta 0 plus beta 1 gamma xt plus 1 minus gamma x star t minus 1 plus ut. ഇനി yt is equal to beta 0 plus beta 1 gamma xt plus beta 1 minus gamma x star t minus 1 plus ut. ഡിപ്പെൻഡൻറ്റ് വേരിയബിളിന് ലാഗ്ഡ് വാല്യൂ ഇട്ട് കൊടുക്കുമ്പം yt മൈനസ് 1 is equal to beta 0 plus beta 1 x star t minus 1 plus ut minus 1 ആകും. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 1 മൈനസ് ഗാമ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ഇക്വേഷൻ 4ഉം ഇക്വേഷൻ 6ഉം തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ഫൈനൽ ഇക്വേഷൻ ആയിട്ടുള്ള yt is equal to beta 0 ഗാമ പ്ലസ് beta 1 ഗാമ എക്സ് ടി പ്ലസ് 1 മൈനസ് ഗാമ ഇൻറ്റു yt മൈനസ് 1 പ്ലസ് vt കിട്ടുന്നു. കൊയാക്ക് മോഡലും അതുപോലെ തന്നെ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ മോഡലും ഒരു ഓട്ടോ റിഗ്രസീവ് മോഡലാണ് ഫോളോ ചെയ്യുന്നത്. ഇതിൻ്റെ എറർ ടൈം എന്ന് പറയുന്നത് സിമിലർ ആയിരിക്കും, അതായത് കൊയാക്ക് മോഡലുമായിട്ട് സെയിം ആയിരിക്കും.